മുൻ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിനെതിരെ യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ സമരം ആരും മറന്നിട്ടില്ല. അന്ന് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന് വട്ടം നിന്ന യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തിന്റെ അലയൊലികൾ തീർത്തിരുന്നു. ഏറെ പണിപ്പെട്ടാണ് അന്ന് വീണയെ യൂത്ത് കോൺഗ്രസിൽ നിന്ന് പോലീസ് മോചിപ്പിച്ചത്. പിന്നാലെ തന്റെ കഴുത്തിന് പരിക്കേറ്റെന്നും ചൂണ്ടിക്കാട്ടി വീണ ജോർജ് സംഭവം വഷളാക്കി. അതിനുശേഷം റെയിൽവേ പോലീസ് അടക്കം അന്വേഷിച്ചാണ് കേസ് തള്ളിപ്പോയത്. കാലങ്ങൾക്കിപ്പുറം തെരഞ്ഞെടുപ്പിൽ വീണ ജോർജിന് അടിതെറ്റി. LDFനെ ജനം വീട്ടിലിരുത്തി. ആരോഗ്യവകുപ്പ് ഇപ്പോൾ ഭരിക്കുന്നത് മന്ത്രി കെ മുരളീധരനാണ്. കോഴിക്കോട് നിപ പടരുന്നതുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾക്കായി മുരളീധരൻ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി. മുരളിക്കെതിരെ DYFI പ്രതിഷേധം തീർക്കുമെന്ന റിപ്പോർട്ടുകൾ ഇന്റലിജൻസിൽ നിന്നുണ്ടായിരുന്നു. ഇത് ചൂണ്ടിക്കാട്ടി കെ മുരളീധരനോട് അല്പം ശ്രദ്ധിക്കണമെന്നും സുരക്ഷ ശക്തമാക്കണമെന്നും പോലീസ് അറിയിച്ചു. എന്നാൽ തടയുന്നവർ തടയട്ടെ, വരുന്നിടത്ത് വെച്ച് കാണാമെന്ന നിലപാടിലായിരുന്നു മുരളി നിന്നത്. റെയിൽവേ സ്റ്റേഷനിൽ മുരളീധരൻ ഇറങ്ങിയപ്പോൾ ഇപ്പോൾ തന്നെ മൂക്കിൽ കയറ്റുമെന്ന് പറഞ്ഞ ഒറ്റ DYFIക്കാരനെ പോലും പ്രദേശത്ത് കണ്ടില്ല. മുരളീധരൻ പേടിച്ച് പിന്മാറുമെന്ന കണക്ക് കൂട്ടിയ DYFIക്ക് തെറ്റി എന്ന് പറയാം. കോഴിക്കോട് ജില്ലയിലെ രാമനാട്ടുകരയിൽ വീണ്ടും നിപ വൈറസ് ബാധ സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിലാണ് മുരളിക്കെതിരെ DYFIയും ഇടതു സംഘടനകളും ഇറങ്ങിയത്. സർക്കാരിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങളും അതിനെ ചൊല്ലിയുള്ള രാഷ്ട്രീയ പോരാട്ടങ്ങളും CPM സജീവ ചർച്ചയാക്കി നിർത്തുന്നതിനിടയിലാണ് ആരോഗ്യവകുപ്പ് മന്ത്രി കോഴിക്കോട് ഇറങ്ങിയത്. മന്ത്രിക്കെതിരെയുള്ള പ്രതിഷേധവും രാഷ്ട്രീയ വിവാദങ്ങളും ചൂടുപിടിക്കുമ്പോൾ കൃത്യമായ ഏകോപനത്തിലൂടെ അതിനെ മറികടക്കുന്നുണ്ട് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് നിപ പടർന്നപ്പോൾ കോൺഗ്രസ് നേതാവായിരുന്ന കെ മുരളീധരൻ ഭരണാധികാരികളുടെ പരാജയം കൊണ്ടാണ് നിപ വരുന്നതെന്ന് കടുത്ത ഭാഷയിൽ വിമർശിച്ചിരുന്നു. ഇത് ചൂണ്ടിക്കാട്ടിയാണ് ഇന്ന് ഇടതുപക്ഷം അദ്ദേഹത്തെ ആക്രമിക്കുന്നത്. മുരളി ആരോഗ്യമന്ത്രിയായിരിക്കെ വീണ്ടും നിപ എത്തിയതോടെ മുൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉൾപ്പെടെയുള്ളവർ ഈ പഴയ പ്രസ്താവനകൾ ഓർമ്മിപ്പിച്ച് രംഗത്തെത്തുകയായിരുന്നു. നിപ റിപ്പോർട്ട് ചെയ്ത കോഴിക്കോട് ജില്ലയിൽ ക്യാമ്പ് ചെയ്ത് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് പകരം മന്ത്രി തിരുവനന്തപുരത്തേക്ക് മടങ്ങിയതിനെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും MLA മുഹമ്മദ് റിയാസും ശക്തമായി വിമർശിച്ച് രംഗത്ത് വന്നതാണ് വിഷയം ആളിക്കത്താൻ കാരണമായ ഘടകം. നിപ, ഷിഗല്ല തുടങ്ങിയ പകർച്ചവ്യാധികൾ പടരുന്ന ഘട്ടത്തിൽ ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ റീനയെ പെട്ടെന്ന് സ്ഥലം മാറ്റിയത് വലിയ വിവാദങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. ഇതും DYFI പ്രതിഷേധത്തിന് വഴിമരുന്നിട്ട സംഭവമാണ്. ജീവൻ രക്ഷാ മരുന്നുകൾക്ക് അഥവാ ആന്റിവൈറൽ മരുന്നുകൾക്ക് സംസ്ഥാനത്ത് ക്ഷാമമുണ്ടെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട്. നിലവിൽ രാമനാട്ടുകര സ്വദേശിയായ 43-കാരനായ ഒരു രോഗി മാത്രമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിലുള്ളത്. ഇദ്ദേഹത്തിന്റെ സമ്പർക്ക പട്ടികയിലുള്ള ഹൈറിസ്ക് വിഭാഗക്കാരുടെ പരിശോധനാ ഫലങ്ങളെല്ലാം നെഗറ്റീവാണെന്ന് ചൂണ്ടിക്കാട്ടിയ മുരളി പിന്നാലെ കോഴിക്കോട് നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുകയായിരുന്നു. ചെന്നൈയിലുണ്ടായിരുന്ന ആന്റിവൈറൽ മരുന്നുകളുടെ കാലാവധി കഴിഞ്ഞതിനാൽ പുതിയ സ്റ്റോക്ക് ഡൽഹിയിൽ നിന്ന് അടിയന്തരമായി എത്തിക്കുവാനും കോഴിക്കോട്ടെത്തിയ മന്ത്രി ഉത്തരവിട്ടിരുന്നു. സംസ്ഥാനത്തെ മുഴുവൻ പ്രതിരോധ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കാനാണ് താൻ തിരുവനന്തപുരത്ത് തുടരുന്നതെന്നും കോഴിക്കോട്ടെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാൻ റവന്യൂ മന്ത്രി അവിടെയുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. മെയ് മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലം വവ്വാലുകളുടെ പ്രജനന കാലമാണ്. രോഗബാധിതൻ വവ്വാലുകളുടെ അവശിഷ്ടങ്ങൾ ഉണ്ടായിരുന്ന ഒരു ഗോഡൌൺ വൃത്തിയാക്കിയപ്പോഴാണ് രോഗബാധയുണ്ടായതെന്ന് സംശയിക്കുന്നുണ്ട്. ഈ രീതിയിൽ സമ്പർക്കത്തിലുള്ളവരെ കണ്ടെത്തിയടക്കം മുൻകരുതലുകൾ സർക്കാർ സ്വീകരിക്കുന്നുണ്ട്. അതിനിടയിൽ CPM കളിക്കുന്ന രാഷ്ട്രീയ നാടകം ഏറ്റെടുക്കുകയാണ് DYFI ചെയ്തത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് സാധു സ്ത്രീയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയപ്പോഴും ചികിത്സാ പിഴവുകൊണ്ട് കുട്ടിയുടെ അടക്കം അവയവങ്ങൾ മുറിച്ചു മാറ്റിയപ്പോഴും മിണ്ടാതിരുന്ന DYFI ആണ് പ്രതിഷേധ നാടകവുമായി രംഗത്ത് വന്നത്. എന്തായാലും തിരിഞ്ഞോടി ശീലമില്ലാത്തവന് നേരെ ഇത്തരം പ്രതിരോധങ്ങൾ ചീറ്റുമെന്ന മുന്നറിയിപ്പ് കൂടിയാണ് മുരളീധരൻ നൽകുന്നത്.